മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനകളിൽ 6ാമത്തെ കൽപ്പനയാണ് കൊല ചെയ്യരുത്. കൊല ചെയ്യുന്നവർ ശിക്ഷാർഹരാകും. ദൈവം അവരെ ശിക്ഷിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പുതിയ നിയമത്തിലേക്കൊന്ന് കടന്നു വരാം. കുലപാതകന്മാർ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല, ഇല്ലെങ്കിൽ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ സ്പഷ്ടമായി നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ അനേക രീതിയിലുള്ള കൊലപാതകങ്ങളുണ്ട്. മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു, അങ്ങനെ പല രീതിയിൽ വെടിവെച്ച് കൊല്ലുന്നു, ബോംബ് വെച്ച് തകർക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള കൊലപാതകങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ തമ്മിലടിച്ച് കൊല ചെയ്യുന്നുണ്ട്. പല രീതിയിൽ പല വിവിധമായിട്ടുള്ളതായ പല തത്വങ്ങളാണ് കൊല ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യൻ അവലംബിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഒരു പ്രത്യേകമായ കൊലപാതകത്തെക്കുറിച്ച് നമുക്ക് സന്ദേശം തരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വരുവീൻ, നാം അവനെ നാവ് കൊണ്ട് കൊന്നുകളക, അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകത്തിന് അതിന് ഉപകരിക്കുന്നതായ വലിയൊരു ഉപകരണം നാവാണ്, മനുഷ്യന്റെ വാക്കാണ്. മനുഷ്യന്റെ വാക്കുകൊണ്ട്, ഒരായുധം കൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഖ്യ മാത്രം ആൾക്കാരെ മാത്രമേ നമുക്ക് കൊല്ലുവാൻ കഴിയുള്ളൂ ഒരേ സമയത്ത്. എന്നാൽ ഒരു വാക്കുകൊണ്ട്, ഒരു നിമിഷ നേരം കൊണ്ട് വലിയൊരു സമൂഹത്തെ, ഒരു രാജ്യത്തെ തന്നെ നമുക്ക് ഇതില്ലാതാക്കുവാൻ കഴിയും. മനുഷ്യന്റെ നാവുകൾക്ക് അത്രയ്ക്ക് ബലമുണ്ട്. അവന്റെ നാവിന് അത്രയ്ക്ക് മൂർച്ചയുണ്ട്. അവന്റെ നാവിൽ നിന്ന് ഉതിർക്കുന്നതായ വാക്കുകൾ മനുഷ്യനെയും തമ്മിൽ അവനെ ഭിന്നിപ്പിക്കുന്നു, അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുന്നു. നമ്മളിൽ ഓരോരുത്തരും നാം രക്ഷിക്കപ്പെട്ടവരായിരുന്നേക്കാം, നാം വിശ്വാസികളായിരുന്നേക്കാം, നാം ദൈവത്തെ അറിയുന്നവരായിരുന്നേക്കാം, വചനം സംസാരിക്കുന്നവരായിരുന്നേക്കാം, പ്രസംഗികളായിരുന്നേക്കാം, അനേക വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം, അനേക സാക്ഷ്യങ്ങൾ ഉള്ളവരായിരിക്കാം, അനേക കൃപകൾ നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ നാം അറിഞ്ഞും അറിയാതെയും പലപ്പോഴും പലരെയും കൊല ചെയ്യുന്നവരാണ് എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ നമ്മെ വ്യക്തമായി കാണിക്കുകയാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചതായ യെരമ്യാ പ്രവാചകന്റെ വാക്കുകൾ കൂടെ ദൈവത്തിന്റെ വചനത്തും കൊണ്ട് അവരെ ഉപദേശിക്കുകയും അവരുടെ തെറ്റുകളെ മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ആ പ്രവാചകനോട് ആ ജനത്തിന് വലിയ വൈരാഗ്യമുണ്ടായി. ഇവനെ എങ്ങനെങ്കിലും കൊന്നൊടുക്കണം. ആയുധം കൊണ്ട് കൊന്നൊടുക്കിയാൽ അത് കോടതിയിൽ കേസാകും, അതിന് സമാധാനം പറയേണ്ടി വരും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കൂട്ടം വിരുദ്ധന്മാർ ചിന്തിച്ചതായ വലിയൊരു പോംവഴി അവർ കൂടി വന്ന് പറയുകയാണ്: വരുവീൻ, നാം അവനെ ആയുധം കൊണ്ടല്ല, നാവ് കൊണ്ട് കൊന്നുകളക. അപ്പോൾ നാവ് കൊണ്ട് മനുഷ്യനെ കൊല്ലുവാൻ സാധിക്കും എന്ന് ദൈവവചനത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരു വലിയ ഒരു വെളിപ്പാട് ദൈവം തരികയാണ്. മനുഷ്യൻ തമ്മിൽ നാവ് കൊണ്ട് കൊല ചെയ്യുന്നു. മനുഷ്യൻ തമ്മിൽ നാവ് കൊണ്ട് വലിയ പാപം ചെയ്യുന്നു. എങ്ങനെയാണ് ആ നാവിൽ നിന്നുള്ളതായ ആ കൊലപാതകത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത്? അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, 120 പേർ മാളിക മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ തനിക്ക് ഒരു കാര്യം ബോധ്യമായി: മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായ ചിന്തകളാണ്, അവന്റെ വാക്കുകളാണ്. അത് കൊലപാതകം ചെയ്യുന്നു, തമ്മിൽ നശിപ്പിക്കുന്നു, മനുഷ്യനെയും തമ്മിൽ അവർ യോഗ്യമില്ലാതാക്കി തീർക്കുന്നു, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുന്നു. അവന്റെ വാക്കുകൾ കൊണ്ട് മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യനെ ദൈവത്തെ നിന്ദിക്കുന്നു, ദൈവത്തെ അപമാനിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നവരായി തീരുന്നതിനാൽ മനുഷ്യന്റെ നാവാണ് ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ വിഷം, ഏറ്റവും വലിയ ആയുധം എന്ന് സ്വർഗത്തിന് മനസ്സിലായി. കർത്താവ് ഭൂമിയിൽ വന്ന് കണ്ടുപിടിച്ചതായ കാര്യമാണ് മനുഷ്യന്റെ നാവ്. അത് വളരെ ദോഷമുള്ളതായി കണ്ടു. മനുഷ്യന്റെ വാക്കുകൾ അത് വളരെ അനീതിയുള്ളതായി കണ്ടു. മനുഷ്യന്റെ അല്ലെങ്കിൽ അവന്റെ നിരൂപണങ്ങൾ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണെന്ന് ദൈവത്തിന് മനസ്സിലായി. അതിനൊരു പ്രതിവിധി സ്വർഗം നിശ്ചയിച്ചു. എന്താണെന്നറിയാമോ? മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുക.
അങ്ങനെ 120 പേർ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ പ്രാവിനെ പോലെ കർത്താവിന്റെ മേൽ പ്രവഹിച്ചതായ വന്നു പാർത്തതായ അല്ലെങ്കിൽ അമർന്നിരുന്നതായ പരിശുദ്ധാത്മാവിനെ പോലെ ദൈവജനത്തിന് ലഭിച്ചതായ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലയ്ക്കൊത്ത പിളർന്ന നാവുകൾ അവർക്ക് കൊടുത്തു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവന്റെ ജന്മനാൽ അവന് ലഭിച്ചതായ നാവുകൾക്ക് മൂർച്ചയുള്ള വാക്കുകളെ സംസാരിക്കാനാകും. അവന്റെ വാക്കുകൾക്ക് വളരെ മൂർച്ചയുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത്, നഷ്ടപ്പെടുത്തുന്നത്, കൊന്നുകളയുന്നത്, ഇല്ലാതാക്കുന്നത്, ദൈവവുമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെടുത്തുന്നത്, മനുഷ്യനെയും തമ്മിൽ വിരോധിപ്പിക്കുന്നത്, കലഹമുണ്ടാക്കുന്നത്, എന്നും ദുഃഖമുളവാക്കുന്നത്, മനോവ്യസനമുണ്ടാക്കുന്ന വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വരുന്നതെന്ന് ദൈവം കണ്ടുപിടിച്ചു. എങ്ങനെയെങ്കിലും ആ മനുഷ്യന്റെ നാവിനെ ശുദ്ധീകരിക്കുന്നെങ്കിൽ, അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നാവ് വലിയ ശക്തിയുള്ള ഒരായുധമാണ്. അത് വലിയൊരു തീയെ കത്തിക്കുവാൻ അതിന് ബലമുണ്ട്. അതിന് വലിയൊരു തീ കൊളുത്തുവാനും ഒരു പ്രദേശത്തെയും രാജ്യത്തെയും കത്തിച്ചു കളയുവാൻ, ചാമ്പലാക്കുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് നാവിനെ ഒരു മനുഷ്യൻ കൺട്രോൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അവനാണ് ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ. അവനെ കൊണ്ട് വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ മേൽ അയച്ചപ്പോൾ അഗ്നിജ്വാലയ്ക്ക് സമമായി പിളർന്ന നാവുകൾ അവരുടെ മേൽ അയച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ ആണെന്ന് എങ്ങനെ കാണുവാൻ നമുക്ക് കഴിയും? എങ്ങനെയാണ് അവനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അവൻ പ്രസംഗിക്കുന്നത് കൊണ്ടോ, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ടോ, വലിയൊരു ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ടോ, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടോ, വലിയ വിശ്വാസി എന്നുള്ള പേര് കൊണ്ട്, ഒരു സാക്ഷ്യം കൊണ്ടോ അവൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് നമുക്ക് മനസ്സിലാക്കാമോ? അവൻ അന്യഭാഷ സംസാരിക്കുന്നതിനാൽ അവനിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുവോ? ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായ അടയാളം നമുക്ക് തരികയാണ്. അവനിൽ അഗ്നിജ്വാലയ്ക്കനുസരണമായി പോലെ പിളർന്ന നാവുകൾ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവന്റെ ജന്മനാനുള്ള നാവുകൾ അഫലമായിക്കൊണ്ട് ദൈവം പറയുന്നതായ വാക്കുകൾ മാത്രം, ദൈവം കൊടുക്കുന്ന ആലോചനകൾ മാത്രം, അതിൻ പ്രകാരം നീതിയോടെ സംസാരിക്കുവാൻ, സ്നേഹത്തിന്റെ വാക്കുകൾ സംസാരിക്കുവാൻ, അഭിഷേകത്തിന്റെ വാക്കുകൾ സംസാരിക്കുവാൻ ഏത് മനുഷ്യന് കഴിയുന്നുണ്ട്? അവനാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. അവനിലാണ് ദൈവത്തിന്റെ ആത്മാവ് വന്നത്. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ മാനുഷികമായ നാവുകളെ ബലഹീനമാക്കി ദൈവം കൊടുത്തതായ പിളർന്ന നാവുകൾ അവനിൽ ശക്തിയുള്ളതായി തീർന്നു. ആ നാവുകൾ കൊണ്ട് ചെയ്തത്, സംസാരിച്ച വാക്കുകളുടെ ശക്തി എന്തായിരുന്നു നമുക്ക് നോക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടി വന്നതായ ജനങ്ങൾക്ക് ഈ പിളർന്ന നാവുകൾ സംസാരിച്ചതായ അവ്യക്തമായ വാക്കുകൾ അവരവരുടെ ഭാഷയിൽ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു. നോക്കൂ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ മഹാമർമ്മങ്ങളെ സംസാരിക്കുന്നതായ അനേകം മർമ്മങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായ ദൈവിക ഭാഷ അതവർക്ക് കൊടുത്തപ്പോൾ, അതവർ സംസാരിച്ചപ്പോൾ അവരുടെ അല്ലെങ്കിൽ ജന്മനാൽ അവർക്ക് കൊടുത്ത മാനുഷികമായ നാവുകളുടെ ബലം കെട്ടുപോയി. ആത്മാവിന്റെ നാവുകൾ ചലിക്കപ്പെട്ടു. ഒരു മനുഷ്യനിൽ ആത്മാവിന്റെ നാവുകൾ ചലിക്കപ്പെടുമ്പോൾ അവൻ കൊലപാതകനായിരുന്നതായ ഒരു മനുഷ്യൻ പിന്നെ മനുഷ്യനെ ജീവിപ്പിക്കുന്ന മനുഷ്യനായി തീരുന്നു, യോജിപ്പിക്കുന്ന മനുഷ്യനായി തീരുന്നു, വളർത്തുന്ന മനുഷ്യനായി തീരുന്നു, സ്നേഹിക്കുന്ന മനുഷ്യനായി തീർക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളതായ ചലന ഗുണങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അഗ്നിജ്വാലയ്ക്കത്തുള്ളതായ ഒരു നാവിനെ നമുക്ക് തരുവാൻ ഉള്ളതായ ദൈവസന്നിധിയിലുള്ള അപേക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവനും സമൃദ്ധിയായ ജീവനും കൊണ്ടുവരുന്നത്. ആ നാവുകൾ നമുക്ക് തരുമ്പോൾ, ഇല്ലായെങ്കിൽ ആ നാവുകൾ നമുക്ക് ലഭ്യമല്ല എങ്കിൽ നമ്മുടെ കഠിനമായ വാക്കുകൾ, നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും, നമ്മുടെ മാതാപിതാക്കളെയും, സഹോദരങ്ങളെയും, വേണ്ടപ്പെട്ടവരെയും, ചുറ്റുപാടുകളെയും, സമൂഹത്തെയും നമുക്ക് വിരോധികളാക്കി മാറ്റും. നമ്മൾ കൊലപാതകികളാക്കി മാറും. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരും, ദൈവത്തെ ദുഷിക്കുന്നവരായി തീരും. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊപ്പം പിളർന്ന നാവുകൾ ഉള്ളതായ ഒരു മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കും. അവനിൽ സ്നേഹം കടന്നു വരുന്നു, അവനിൽ സാഹോദര്യം കടന്നു വരുന്നു, അവനിൽ നീതി കടന്നു വരുന്നു. അവന്റെ വാക്കുകളൊക്കെയും മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന വാക്കുകളാകുന്നു. God bless you.